ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് രാവിലെ എണിച്ച് ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് കാപ്പിയൊക്കെ ഉണ്ടാക്കി. ഞാൻ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കിയത്. ദോശ ഉണ്ടാക്കി, പിന്നെ ഗോതമ്പ് പുട്ട്. ഇതിലാണ് കേട്ടോ. ഇത് എല്ലാവർക്കും ഉണ്ടോ ഇങ്ങനെ മുളയിലുള്ള പുട്ടുകുറ്റി? ഞാൻ വാങ്ങിച്ചിട്ട് ഒരു 6-7 മാസമായി കേട്ടോ. ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇന്നലെ എന്താ ഇത് രാത്രി തന്നെ എല്ലാം നന്നായിട്ട് കഴുകിയൊക്കെ വച്ചിരുന്നു. അപ്പൊ ഇന്ന് എന്തായാലും ഉണ്ടാക്കണമല്ലോ. അപ്പൊ കുറെ ദിവസമായില്ലേ എടുത്തിട്ട്, അതുകൊണ്ട് പുതിയത് വാങ്ങി വെച്ചിട്ട് അതുകൊണ്ട് ഇന്ന് അതെടുക്കാലോ എന്ന് വെച്ച് ഇന്നലെ രാത്രി തന്നെ ഞാൻ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു. എന്നിട്ട് ഇന്ന് ഗോതമ്പ് കൂട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ കടലക്കറി, കറുത്ത കടല തേങ്ങ അരച്ച കടലക്കറി ഉണ്ടാക്കി. അത് കഴിഞ്ഞ് വീണ്ടും അമ്പലത്തിൽ അന്നദാനം കഴിക്കാനായിട്ട് പോയി. അന്നദാനമൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് വീണ്ടും കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും പുറത്ത് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ പോയിട്ടാണ് ഇപ്പം ഈ ടയേർഡായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നു. ഇപ്പോൾ മോളുട്ടിക്ക് ഓട്സ് കാച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. ഓട്സ് കാച്ചി മോള് വിശക്കുന്നെന്ന് പറയുന്നുണ്ട്. അപ്പം പിന്നെ എന്താ, രാവിലത്തെ പുട്ടിരിപ്പുണ്ട്. അപ്പോൾ ഒന്നുകൂടി ചൂടാക്കി കടലക്കറിയൊക്കെ വെച്ച് കൊടുക്കണം. പിന്നെ ചോറ് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു, കറിയൊന്നും ഉണ്ടാക്കിയില്ല. എന്തെങ്കിലും 2 കറിയൊക്കെ വെച്ച് അങ്ങനെ ഇനി 2 കറിയൊക്കെ വെച്ച് ചോറൊക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ചെറിക്കുട്ടിനെ തന്നെ ഇപ്പോഴേ സ്വഭാവം മാറി തുടങ്ങി. ലൈറ്റ് കാണാനൊക്കെ ഒന്ന് കൊണ്ടുപോകണം. ആനയെ കാണണം. മറ്റേ കിലുക്കൊക്കെ കൊണ്ടുവന്ന പാവ അപ്പൂപ്പനെ ഞാനിപ്പോ പുറത്തിട്ട് വന്നപ്പോ ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പൂപ്പന്റെ അടുത്തൊന്ന് പോയി കിലുക്കൊക്കെ നോക്കണം. പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ചാനലോട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഓക്കെ. അങ്ങനെ നമ്മൾ മുളക്കുറ്റിയിൽ ആദ്യമായിട്ട് പുട്ടുണ്ടാക്കി. ഈ മുളയുടെ മണവും ഈ ഗോതമ്പ് ഞാനാണെങ്കിൽ മില്ലിൽ കൊടുത്ത് ഗോതമ്പ് കഴുകി ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. അതുകൊണ്ടും ആയിരിക്കാം ഒരു പ്രത്യേക മണമായിരുന്നു. മക്കളും പറയാ നല്ല ടേസ്റ്റായിരുന്നു എന്ന് പറയുക. അപ്പം അവർക്കിനി ഇതിൽ ഉണ്ടാക്കി കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞ്. പിന്നെ കടലക്കറിയും തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ചൊരു നല്ല കടലക്കറിയായിരുന്നു. എല്ലാം കൂടി കൂട്ടി കഴിച്ചതിന് ശേഷമാണ് നമ്മൾ അന്നദാനം കഴിക്കാൻ പോയത്. അന്നദാനത്തിന് നല്ല തിരക്കായിരുന്നു. അവിയൽ, സാമ്പാർ, കിച്ചടി, പുളിശ്ശേരി, സേമിയ പായസം ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ ഇരുന്ന് തന്നെ കഴിച്ചിട്ട് വന്നു. വീട്ടിൽ വന്നിട്ട് ഞാൻ പുറത്തൊക്കെ പോയി എന്ന് പറഞ്ഞില്ലേ, അവൻ അപ്പത്തിന് പൊടിച്ചിട്ട് വന്നായിരുന്നു. അപ്പത്തിന് ഞാൻ പൊടിച്ച് കപ്പിയൊക്കെ കാച്ചി വരവിയിട്ടാണ് അപ്പം ഉണ്ടാക്കുന്നത്. കുറച്ച് മെനക്കെട്ട പണിയാണ്. നല്ല സോഫ്റ്റായിട്ട് അപ്പം കിട്ടാറുണ്ട്. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് ആദ്യം കപ്പിയൊക്കെ നന്നായിട്ട് കാച്ചി. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷമല്ലേ വരവിയൊക്കെ വയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നേരത്തെ കാച്ചി വെച്ചു. പിന്നെ കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു, പഴുത്തു പോയി. അതിനെ എടുത്ത് മെഴുക്ക് വരട്ടി പിന്നെ ഒഴിച്ചു കറി മുട്ടയും കൂടി ഒന്ന് ചിക്കി കൊടുത്തായിരുന്നു. കാണാൻ പോവാണ് ഗെയ്സ്. ഹായ്, നമ്മൾ ലൈറ്റ് കാണാൻ പോവാണ്. വീട്ടിലിരിക്കുന്ന ഇഷ്ടമല്ലാത്തൊരു കുഞ്ഞാണ്. സന്തോഷം. അടുത്ത ആഴ്ച അപ്പ വരും. ഫുൾ പുറത്ത് 12 മണിക്ക് വീട്ടിൽ കയറുള്ളൂ. ആദ്യം നമ്മൾ അവിടെ പോയി ആനയാണ് നോക്കിയത് കേട്ടോ. ആ കാര്യം പറയാം, ആനയെ കണ്ടില്ല. ഒരു അപ്പൂപ്പനെ ഞാൻ പറയാറില്ലേ, ആ അപ്പൂപ്പനെ കണ്ടു. ഇതെനിക്ക് പണ്ട് കുഞ്ഞില് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണേ. എനിക്ക് ചെറുതിലെ ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതാണ് അപ്പൂപ്പ ഉച്ചയ്ക്ക് ഞാൻ ഇതിന് പോയപ്പോൾ നീ എവിടെയാടാ നോക്കണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി അമ്പലത്തിനകത്താ കിടക്കാന്ന് പറഞ്ഞു. ഭയങ്കര ഇഷ്ടമായി പാവ അപ്പൂപ്പൻ. അവിടെ പ്രോഗ്രാമൊക്കെ നടക്കുമായിരുന്നു. കഴിഞ്ഞ് പോപ്കോൺ ആണെങ്കിൽ മോളും അതിന് വേണ്ടി കുട്ടികളുടെ കൂടെ തന്നെ അവിടെ നിന്നു. അതൊരു 10-20 മിനിറ്റ് നിൽക്കേണ്ടി വന്നുകൊണ്ട് നല്ല ലേറ്റായിരുന്നു, തിരക്കുമായിരുന്നു. ഞാൻ ചെറുവാവേനെ വെച്ചിട്ട് മാറി നിന്നു. പോയി എന്നിട്ട് ഇടയ്ക്ക് പറഞ്ഞ് പോവാന്നു. ഇല്ല, മോക്കത് വാങ്ങിയേ പറ്റത്തുള്ളൂ. എനിക്കും ഇഷ്ടമൊക്കെ തന്നെ, പക്ഷെ ഇത്ര നേരം നിൽക്കാൻ ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് മതി പോവാൻ പറഞ്ഞു.
പക്ഷെ വാങ്ങിച്ചിട്ടേ വന്നോളൂ മോള്. ആനയെ കാണാൻ പറ്റില്ല, അതിന്റെ വിഷമത്തിലാണ്. ആന എഴുന്നള്ളത്തിന് പോയി, ശ്രീ ഭൂതപതി എഴുന്നള്ളത്തിന്. രാവിലെ എൻ്റെ വൈകിട്ടുണ്ട്, രാത്രി രാവിലെ 10-11 മണിക്ക്, വൈകിട്ട് 9:30-ക്കാണ് എഴുന്നള്ളത്. ഞാൻ ഇതിനു വേണ്ടിയാണ് വന്നത്. ഇവിടെ ഒരു പോപ്പുണ്ട്, ഡെയിലി വന്നത്. ഇത് കാണിച്ചോടി പൊമ്മ. ഇത് വാങ്ങിയിട്ടുണ്ട് അമ്മ, അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയത്. അമ്മയ്ക്ക് വേണ്ടി അമ്മ വാങ്ങിയതാണ്. പക്ഷെ അമ്മ ചെറിമോൻ്റെ പേര് പറയും. അങ്ങനെ ആനയെ നമുക്ക് കാണാൻ പറ്റിയില്ല ഗെയ്സ്. ആനയ്ക്ക് ഫുഡൊക്കെ വാങ്ങി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പോയേ, പക്ഷെ കണ്ടില്ല. നാളെ വാങ്ങി കൊടുക്കാം. എൻ്റെ ചെറുക്കുട്ടൻ്റെ സന്തോഷം കണ്ടോ, ലൈറ്റ് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇവിടുത്തെ ഒരു ആനയുണ്ടല്ലോ, ആ ആനയ്ക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരാൾ ശർക്കര മേടിച്ചുകൊണ്ട് കൊടുത്തായിരുന്നേ. അപ്പം അവർ പറയാ ശർക്കരയൊന്നും കഴിക്കത്തില്ല, ലഡു, ജിലേബി, ബോളി, വാഴയ്ക്കപ്പൊക്കെ കഴിക്കത്തുള്ളൂ. അങ്ങനെ അത് മേടിച്ച് കൊടുക്കാനാണ് പോയേ. അങ്ങനെ നമ്മൾ ലൈറ്റും കണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഗെയ്സ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വെറുതെ ഇന്ന് എനിക്ക് ഇറങ്ങണമെന്നൊരു പ്ലാനും ഇല്ലായിരുന്നു, അമ്മയ്ക്ക് ഇറങ്ങണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിമോൻ്റെ സ്വഭാവം മാറി, അവൻ പുറത്തിറങ്ങാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ബഹളം ഉണ്ടാക്കിയത്. അപ്പോൾ അവൻ്റെ സ്വഭാവം ചേഞ്ചായി, ഭയങ്കര കരച്ചിലും വാശിയും, ഉറക്കമൊന്നുമില്ല. ഉറങ്ങാതെയൊക്കെ ഇരുന്നപ്പം ഒന്ന് പുറത്ത് കൊണ്ടുപോയി ഒന്ന് ടയേർഡാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവൻ ഉറങ്ങും. സോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സോ അടുത്തൊരു വീഡിയോ വെച്ച് കാണാം. ബൈ. ശരി, മോനും ബൈ, അമ്മയും ബൈ. ബൈ ബൈ കുട്ടി, ബൈ ബൈ. ഇനി വീട്ടിൽ പോയിട്ട് ദോശയും കറിയൊക്കെ ഉണ്ടാക്കണം. ടാറ്റാ.